അതെ ഞാൻ വീഡിയോ ആയിട്ട് ഞാൻ പിന്നെയും വന്നിരിക്കുകയാണ് കേട്ടോ. ഇത് കേട്ടോ ഇത് ഒരു വൈൻ സെല്ലാറിലേക്കാണ് വന്നിരിക്കുന്നത്. അതെ ഇതെന്താ എഴുതിയിരിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല, പക്ഷേ അത് അങ്ങോട്ട് കാണിച്ചു തരാം കേട്ടോ. വൈൻ സെല്ലാർ അത് 1923 തൊട്ട് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നതാണ്. കണ്ടത് ഇവിടെ ടിക്കറ്റ് എടുക്കണം കേട്ടോ. ഒരാൾക്ക് 100 വിയറ്റ്നാം ഡോങ്. പിള്ളേർക്ക് ടിക്കറ്റ് ഫ്രീ ആണ്. ഓക്കെ, ഞങ്ങൾ രണ്ടുപേരും ടിക്കറ്റ് കാണിച്ചു. എന്താണെന്നറിയാമോ, ഒരു കുഞ്ഞ് പാമ്പെന്ന് പറഞ്ഞാൽ വളരെ കുഞ്ഞു പാമ്പ് അതിന് നിലത്തോടെ എഴഞ്ഞു പോയി കേട്ടോ. അപ്പോൾ ഞങ്ങളത് കണ്ട് പിള്ളേരത് കണ്ട് എന്താ പറയുക, ഞങ്ങൾ ജീവനം കൊണ്ട് ഓടി. പിള്ളേരത് കണ്ട് അവർക്ക് ഇതൊക്കെ ഒരു ഭംഗിയായിട്ട്, ഞങ്ങൾക്ക് അത്ര ഭംഗിയായിട്ടില്ല. അവിടെ വെച്ചു ഇത് കണ്ടോ, മൈന് സൂക്ഷിച്ചിരിക്കുന്നത് കണ്ടോ എങ്ങനെയാണെന്ന്. ഇതിങ്ങനെ ഒരു കുഞ്ഞ് ഗുഹ പോലുള്ളൊരു സ്ഥലത്തൂടെ നമ്മൾ അകത്തേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. അതിന് ഓരോ പാക്കേജായിരുന്നു കേട്ടോ. അതായത് സിൽവർ, ഗോൾഡ്, ഡയമണ്ട് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വളരെ ബേസിക് പാക്കേജായിരുന്നു. കാരണം ഇതിനകത്ത് എന്താണെന്നൊന്നും നമുക്ക് അറിയത്തില്ലല്ലോ, അവർക്കാണെങ്കിലോട്ട് പറഞ്ഞു തരാൻ അറിയത്തുമില്ല. അപ്പം ഒരു സിൽവർ പാക്കേജ് എടുത്ത് നമ്മൾ അകത്തേക്ക് കയറിയിരിക്കുകയാണ്. ഞങ്ങൾക്ക് 1 hour മൊത്തം ടൈം തന്നിട്ടുണ്ട്. 1 hour ആകുമ്പോഴത്തേക്കും ഗൈഡിൻ്റെ അടുത്തേക്ക് തിരിച്ചു ചെല്ലണമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ബാരലൊക്കെ കണ്ടോ. സോ ഇത് എങ്ങനെയാണ്, ഇതേ ഹലോ ഉണ്ടോ, നമ്മൾ ഹായ് പറയുന്നു, ഹലോ. ഇതാണ് ഇതിൻ്റെ സെറ്റപ്പ്. ഒരു ബാർ കൗണ്ടറൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. റോജോട് ടിക്കറ്റ് ചോദിക്കുന്നുണ്ട്. ഓക്കെ, അതായത് പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ഇതിലൊന്ന് നടന്ന് കാണ്, അത് കഴിഞ്ഞ് ഒരു ഗ്ലാസ് വൈൻ ഫ്രീ ആയിട്ട് തരാമോ. നല്ല കാര്യമല്ലേ. നമുക്ക് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്വീറ്റ് വൈനൊക്കെ ആണെങ്കിൽ നമുക്ക് പിടിച്ച് നോക്കാം, അതിലെന്താ അല്ലേ. സ്വീറ്റൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. മറ്റേ എന്താ പറയുക, ഹാർഡായിട്ടുള്ള വൈൻ പറ്റത്തില്ല. നല്ല ചൂട് വേണം കേട്ടോ. വൈൻ പിടിച്ചാൽ എങ്ങനെയാവും എന്നൊന്നും നമുക്കറിയത്തില്ല. 12:30 ആകുമ്പോൾ എന്തായാലും ഫുഡ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഇവിടുത്തെ ഫുഡ് അടിപൊളിയാണെന്നാണ് പറയുന്നത്. അപ്പം ഞാൻ അതിൻ്റെ ഒരു വീഡിയോ മസ്റ്റായിട്ട് എടുക്കും. ഇതുവരെ ഇവിടെ വന്നിട്ട് നമ്മൾ ഫുഡ് വീഡിയോ ഒന്നും എടുത്തില്ല. ഇതാണ് ഞാൻ എന്താ പറയുന്നത്, വൈൻ വെച്ചിരിക്കുന്ന ഈ ഏരിയയിലൂടെ ഇതിലെല്ലാം കുപ്പിയിലൊക്കെ അടുക്കി വെച്ചിട്ടുണ്ട്. ബാരൽസൊക്കെ കാണിച്ചിട്ടുണ്ട്. ഉണ്ടോ, ഏതൊക്കെ രീതിയിലല്ലേ ഇവിടെ ഓരോ കാര്യങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കട്ടെ. ഞങ്ങൾ പതിയെ നടന്ന് ഇതിൽ കുറച്ചുണ്ട് കേട്ടോ കാണാനായിട്ട്. അപ്പോൾ എല്ലായിടത്തും ഒരേ രീതിയിലുള്ള സെറ്റപ്പാണ്. വൈൻ ബാരൽ കേവിൻ്റെ അകത്ത് എല്ലാ ആൾക്കാർക്ക് ജസ്റ്റ് ഒരു എൻ്റർടൈൻമെൻറ്റ് ആ രീതിയിൽ വെച്ചിരിക്കുന്നതേ ഉള്ളൂ കേട്ടോ. സമയങ്ങളെ കേട്ടോ. ഒരു ചെറിയ വാതിലൊക്കെ പോലെ വെച്ചിട്ടുണ്ട്. ഞങ്ങൾ പിന്നെ കറങ്ങി ആ ഒരു വൈൻ ഇവിടുന്ന് നമുക്ക് ഓരോ ഗ്ലാസ് വൈൻ ഫ്രീ ഉണ്ടെന്നാണ് പറഞ്ഞത്. നമുക്കത് കിട്ടുമെന്ന് നോക്കാം. ദേ കണ്ടോ, ഇതാണ് ഞങ്ങൾക്ക് കിട്ടിയ ആ ഒരു ഗ്ലാസ് വൈന്. കണ്ടോ, അതായത് 100 വിയറ്റ്നാം ഡോങ് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും ഇതിനകത്തെ വൈൻ സെല്ലാർ കാണാനും പറ്റി. ആ കൂട്ടത്തിൽ ടേസ്റ്റ് ചെയ്യാനായിട്ട് വൈനും കിട്ടി. ഞാൻ ഇച്ചിരി ടേസ്റ്റ് ചെയ്യാൻ നോക്കിയായിരുന്നു. നമ്മൾ ഭയങ്കര സേക്രമെൻ്റൽ വൈൻ്റെ അത്രയും സ്വീറ്റ് അല്ല, പക്ഷേ മൈൽഡ് സ്വീറ്റ്, ഇറ്റ്സ് ഗുഡ്. മിത്തോളജി ഗാർഡനിലേക്ക് എത്തി കേട്ടോ. മിത്തോളജി ഗാർഡൻ. അപ്പം എന്ത് ഭംഗിയായിട്ടാണെന്നറിയോ. അന്നെ കം ദിസ് വേ. ഇത് കണ്ടോ, ഒരു നിൽക്കുന്നതേ ഒരു പെണ്ണിൻ്റെ കണ്ടോ ഉടുപ്പ് അവർ ഫ്ലവേഴ്സ് വെച്ച് ചെയ്തിരിക്കുകയാണ്. ഏതായാലും എനിക്ക് എൻ്റെ ഡ്രസ്സിന് ലോകത്തിലെ എല്ലാ കളറുകളും ഉണ്ടിരുന്നു. അതുകൊണ്ട് അവരെന്നെ എവിടുന്നേലും കണ്ടുപിടിച്ചോളും. കാണാമോ നിങ്ങൾക്ക്, എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടാണെന്നറിയല്ലേ ചെയ്ത് വെച്ചിരിക്കുന്നത്. നല്ല അടിപൊളി ഗാർഡൻ. ഓക്കെ, ഇതെല്ലാം ഞാൻ പറഞ്ഞില്ല ഈ ബനാ ഹിൽസിലാണ്. അപ്പം നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒറ്റ ടിക്കറ്റിൽ എന്തുമാത്രം കാഴ്ചകൾ കാണാമെന്നറിയാവോ. ഇത് കണ്ടോ, നല്ല ഫ്രഷ് ഫ്ലവേഴ്സാണ് കേട്ടോ. അത് ഫ്രഷ് ഫ്ലവേഴ്സ്, അതായത് മീൻസ് എന്താ പറയുക, അവർ അടിപൊളിയായിട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണേ. കണ്ടോ, എന്ത് പൂവാന്നൊരു പിടിയും കിട്ടുന്നില്ല. നമ്മുടെ നാട്ടിലെ മൊസാന്ത പൂ പോലെ ഉണ്ട് കാണാനായിട്ട്. മൊസാന്തയല്ല, ഹൈഡ്രാഞ്ചിയ പോലെ. കണ്ടോ, സൂപ്പർ അല്ലേ. കിട്ടി, റോജോയും തുമ്മിയും കിട്ടി. അവർ ആ സൈഡിലൂടെ നടന്ന് ഇങ്ങോട്ട് വരുന്നുണ്ട്. കണ്ടോ, പൂവിനെ പറ്റിയുള്ള ഓരോ എക്സ്പ്ലറേഷൻ. ഈ ഫ്ലവേഴ്സൊക്കെ കണ്ടോ. അന്നക്കുട്ടിക്ക് എന്നാ മോനെ, അതിൻ്റെ അകത്ത് ഇച്ചിരി വെള്ളമൊക്കെ ഉണ്ടെന്ന് കണ്ടോ. നല്ല അടിപൊളിയല്ലേ കേട്ടോ ഗാർഡൻ. ഇതാണ് മിത്തോളജിക്കൽ ഗാർഡൻ. സോ കണ്ടോ, സൂപ്പറല്ലേ. നമ്മൾ ഒരു പഗോഡയിലേക്കാണ് കയറുന്നത്. ഓക്കെ, ഒരു ബുദ്ധിസ്റ്റ് സ്റ്റാച്യു ഒക്കെ കാണാനായിട്ടാണ് അങ്ങോട്ടുള്ള ആൾക്കാരുടെ തിരക്ക് കണ്ടോ. ഇത് അഗെയിൻ ബനാ ഹിൽസ് തന്നെയാണ് കേട്ടോ. ബനാ ഹിൽസിൽ ഞാൻ പറഞ്ഞില്ലേ പലതരം കാഴ്ചകൾ, ഒറ്റ ടിക്കറ്റിന് നമുക്ക് പലതരം കാഴ്ചകൾ കാണാം. ഓക്കെ, കണ്ടോ, ബുദ്ധിസ്റ്റ് ഒരു സ്റ്റാച്യു, സച്ച് എ ബിഗ് സ്റ്റാച്യു കേട്ടോ. ഇത് കാണാനായിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വരുന്നത്. ഇറങ്ങാനായിട്ട് 1-2 സ്റ്റെപ്സൊക്കെ ഉണ്ട്. സോ നോക്കി ഇറങ്ങിയില്ലെങ്കിൽ ഉറപ്പായിട്ടും വീഴും. അപ്പം ഇതാണ് ആ സ്റ്റാച്യു.
നമ്മൾ വന്നാൽ ജസ്റ്റ് ഇതൊക്കെ ഒന്ന് കണ്ട് കേട്ട് നമുക്ക് പോകാം. ഓക്കെ. സോ ഈ സൈഡിലേക്ക് നോക്കുമ്പോഴത്തേനും ഇത് കണ്ടോ, ഡ്രാഗണാണ് അത്. ഡ്രാഗൻ്റെ വായിൽ നിന്നാണ് വെള്ളം വരുന്നത്. കാണാമോ? ഡ്രാഗൺ മേളിൽ നിന്ന് മേളിൽ നിന്ന് ഡ്രാഗൺ താഴോട്ട് കിടക്കുകയാണ്. കണ്ടോ ഫോട്ടോ ഒക്കെ ഇഷ്ടം പോലെ പേര് വന്ന് എടുക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ഈ സീറ്റിംഗ് ഏരിയ ഒക്കെ ഇട്ടിട്ടുണ്ട്. ചുവാലിംഗ് ബന എന്നാണ് ഇതിൻ്റെ പേര്. സോ കണ്ടോ ബുദ്ധ സ്റ്റാച്യു. നമ്മളെപ്പോലെ തന്നെ ഒരുപാട് പേരുണ്ട്. കണ്ടോ, ഇതാണ് ആ സ്റ്റാച്യു. സോ ഇപ്പം നമ്മൾ കയറുന്നത് മെയ്സ് ഗാർഡനിലേക്കാണ് കേട്ടോ. ഇത് കണ്ടോ, വായിക്കാമോ? മെയ്സ് ഗാർഡൻ. ഇത് ആൾക്കാർ പണ്ട് ഹൈഡ് ആൻഡ് സീക്ക് കളിക്കാനായിട്ട് ഉപയോഗിച്ചിരുന്നതെന്നൊക്കെ പറയുന്നു. എന്തായാലും നമുക്ക് നോക്കാം. ഇതിൻ്റെ അകത്ത് കയറിയാൽ കാണാതെ പോവോ? കണ്ടോ, ഇതാണ് അകത്തേക്ക് കയറുമ്പോഴത്തേക്കിനും. കണ്ടോ, ഇൻ ബിറ്റ്വീൻ കല്ലൊക്കെ ഇട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അടിപൊളിയാണ്. കണ്ടോ, ഇതാണ്. ഇത് കൊള്ളാം. നമ്മൾ ഇതിനകത്ത് കളഞ്ഞു പോകുന്ന പറയുന്നത്. ഇതിനകത്ത് നമ്മളെ കാണാതെ പോകുന്ന പറയുന്നത്. നമുക്ക് നോക്കാം ഇതിൽ കയറി നമ്മൾ എങ്ങനെ ഇറങ്ങുമെന്നേ. ഇതൊക്കെ ഒരു ഫണ്ണല്ലേ അല്ലേ? ഞാൻ റോജോടെയും തുമ്പിയുടെ സൗണ്ടിൻ്റെ പുറകെയാണ് ഞാൻ പോകുന്നത്. അയ്യോ, അവരെന്നെ പറ്റിച്ചോ എന്നൊരു സംശയം കേട്ടോ. നമുക്ക് നോക്കാം. കളഞ്ഞു പോകാനുള്ള സാധ്യതയില്ല. ഇപ്പം എന്നെ കളഞ്ഞു പോയിട്ടുണ്ട്. റോജോ എന്നെ എന്ന് വിളിക്കുന്നത് എനിക്ക് കേൾക്കാം. കണ്ടോ, നമ്മളിത് ഹൈഡ് ആൻഡ് സീക്ക് കളിക്കുന്ന പോലെയാണ് കേട്ടോ. നല്ല രസമുണ്ട്. കണ്ടോ, അടിപൊളിയല്ലേ? സോ ഇതാണ് മെയ്സ് ഗാർഡൻ. ഞാൻ ഓർത്ത് എന്നാണെന്നറിയോ, മെയ്സ് ഗാർഡൻ എന്ന് പറഞ്ഞാൽ വല്ലോ പാഡി ഫീൽഡ് പോലെയൊക്കെയാണ്. ആൾക്കാർ കാണാതെ പോയെന്നും പറഞ്ഞ് വരുന്നുണ്ട്. ഇച്ചായാ ഓക്കെ, കളഞ്ഞു പോവും കേട്ടോ. എനിവേ താങ്ക് യു. ഞാൻ അവരെയൊക്കെ ഒന്ന് കണ്ടുപിടിക്കട്ടെ.